കേരള സർവകലാശാലയിൽ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് എസ്എഫ്ഐ. സർവകലാശാല ആസ്ഥാനം പ്രവർത്തകർ വളഞ്ഞു. പോലീസ് പ്രതിരോധം മറികടന്നാണ് സെനറ്റ് ഹാളിലേക്ക് എസ്എഫ്ഐ പ്രവർത്തകർ ഇരച്ചു കയറിയത്. വിസിയുടെ ചേംബറിന് സമീപം വരെയും പ്രവർത്തകരെത്തി. 2 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സ്ഥലത്തെത്തി. സമരത്തിന് പൂർണ്ണ പിന്തുണയുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. പ്രതിഷേധത്തിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ട് പോകില്ലെന്നാണ് എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് വ്യക്തമാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, നാടകീയമായ സംഭവങ്ങളായിരുന്നു സർവകലാശാലയിൽ നടന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തായിരുന്നു സംഭവിച്ചത്? സംഘർഷാത്മകമായ മണിക്കൂറുകളാണ് കേരള സർവകലാശാലയിൽ കടന്നുപോയത്. ഉച്ചയ്ക്ക് 12:45 കൂടിയാണ് എസ്എഫ്ഐയുടെ മാർച്ച്. ഗവർണറുടെ ഇടപെടലടക്കം പ്രതിഷേധമുയർത്തിക്കൊണ്ട് സർവകലാശാലയിലെ പ്രശ്നങ്ങളിൽ എസ്എഫ്ഐയുടെ മാർച്ച് ഇവിടേക്ക് വന്നത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടയാൻ ശ്രമിച്ചു. പക്ഷേ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ മുന്നോട്ട് പോവുകയായിരുന്നു. സർവകലാശാല ആസ്ഥാനത്തിനുള്ളിലേക്ക് പ്രതിഷേധം മാറി. വൈസ് ചാൻസലറുടെ മുറിക്ക് മുന്നിൽ വരെ പ്രവർത്തകർ ഓടിക്കേറി. ഈ സർവകലാശാലയുടെ പ്രധാന കവാടം തള്ളിത്തുറന്നായിരുന്നു പ്രവർത്തകർ ഉള്ളിലേക്ക് പോയത്. എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെയും പ്രസിഡന്റ് നേതൃത്വത്തിലായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. ഏതാണ്ട് 3 മണിവരെ 2:30 മണിവരെ ആ പ്രതിഷേധം തുടർന്നു. അതിശക്തമായ പ്രതിഷേധമുണ്ടായി. ആദ്യമൊക്കെ സമീപനം പാലിച്ച പോലീസ് പിന്നീട് ബലപ്രയോഗത്തിൽ തന്നെ പ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പ്രവർത്തകരെ ഓരോരുത്തരായി അവിടെ നിന്ന് ഈ വിസിയുടെ ഓഫീസിന് മുന്നിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പോലീസ് പുറത്തേക്ക് കൊണ്ടുവന്നു. താഴെ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലും സംഘർഷമുണ്ടായി. നിരവധി പ്രവർത്തകർക്ക് പോലീസ് നടപടിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ചിലർക്കെതിരെ പോലീസ് ലാത്തി വീശി, പലരെയും വലിച്ചിഴച്ചുകൊണ്ട് പോലീസുകാർക്കും പരിക്കുണ്ട്. പരമാവധി സമീപനം പാലിച്ച ശേഷമായിരുന്നു പോലീസ് ഒരു കടുത്ത നടപടിയിലേക്ക് പോയത്. ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടില്ല. ഈ സർവകലാശാല ആസ്ഥാനത്തിന് സെനറ്റ് ഹാളിലേക്കുള്ള പ്രധാന കവാടത്തിന്റെ പടികളിൽ പ്രവർത്തകർ ഇപ്പോഴും ഇരിക്കുകയാണ്. സമരം അവസാനിപ്പിച്ചു എന്ന പ്രഖ്യാപനം വന്നെങ്കിലും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. നിരവധി പ്രവർത്തകർ ഇവിടെ നിന്ന് കസ്റ്റഡിയെടുത്ത് പോലീസ് മാറ്റിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ ഇപ്പോഴും ഇവിടെ തുടരുന്നു. ഈ സമരം വരും ദിവസങ്ങളിൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രഖ്യാപനമാണ് എസ്എഫ്ഐയുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മറ്റന്നാൾ രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമരം അവസാനിപ്പിക്കുകയാണോ? എന്താണ് ഇവിടെ നിന്ന്? അല്ല, സമരം തുടരുകയാണ്. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലെ സമരം ഇന്ന് കഴിഞ്ഞു. നമ്മൾ വൈസ് ചാൻസലറുടെ ഓഫീസ് ഉപരോധിക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. ആ സമരം കഴിഞ്ഞു. തുടർന്നുള്ള സമരങ്ങൾ സ്വാഭാവികമായി കേരളത്തിന്റെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഉണ്ടാവും. ഇന്ന് 4 യൂണിവേഴ്സിറ്റികളിൽ മാർച്ച് നടന്നു കഴിഞ്ഞു. ഇവിടെ മാത്രമല്ല, കേരളയിൽ, എംജിയിൽ, കാലിക്കറ്റിൽ, കണ്ണൂരിൽ ഇന്നത്തെ സമരം നമ്മൾ തീരുമാനിച്ചത് അങ്ങനെയാണ്. യൂണിവേഴ്സിറ്റിയുള്ള വിഷയങ്ങൾ ഉയർത്തി സംഘപരിവാർ വൽക്കരണത്തിന്റെ തിക്തഫലം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കാര്യങ്ങളെല്ലാം ഉയർത്തിയാണ് സമരം നമ്മൾ തീരുമാനിച്ചത്. ആ സമരവും നടന്നു. തുടർന്ന് നാളെ പണിമുടക്കിനുള്ള ഐക്യദാർഢ്യമാണ്. ആ ഐക്യദാർഢ്യത്തിന് ശേഷം 10-ാം തീയതി അതിശക്തമായ സമരം വീണ്ടും എസ്എഫ്ഐ തുടരും. നാളെ ഇവിടേക്ക് തിരികെ വരികയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു എസ്എഫ്ഐ. അദ്ദേഹത്തെ കായികമായൊന്നും ഏതായാലും എസ്എഫ്ഐ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ അതിശക്തമായ വിദ്യാർത്ഥി സമരത്തിന് ചൂട് അദ്ദേഹം അറിയാതെ ഒന്നും പോകാൻ വേണ്ടി കഴിയില്ല. അതിശക്തമായ വിദ്യാർത്ഥി സമരത്തിന്റെ ചൂട് അദ്ദേഹം അറിയും. അദ്ദേഹത്തിനൊരു ശീലം അങ്ങനെയാണല്ലോ, വിദ്യാർത്ഥികളെ രാജ്യദ്രോഹികളെന്ന് വിളിക്കുക, ഫയലിൽ ഒപ്പിടാതിരിക്കുക, പിന്നെ അത്തരം ചില കുസൃതികളാണ് അദ്ദേഹം കാണിക്കുന്നത്. കുസൃതിയൊക്കെ അദ്ദേഹം വീട്ടിൽ അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളോട് കാണിച്ചാൽ മതി. കേരളത്തിലെ വിദ്യാർത്ഥികളോടും കേരള സർവകലാശാല വിദ്യാർത്ഥികളോടും അദ്ദേഹം കാണിക്കണം. ഞായറാഴ്ച സിൻഡിക്കേറ്റ് യോഗം അടക്കം റദ്ദ് ചെയ്യാൻ ഗവർണർ ചാൻസലർ ആലോചിക്കുന്നു എന്നൊക്കെ വാർത്തകളുണ്ട്. അദ്ദേഹത്തിന് അതിനൊന്നും അധികാരമില്ലെന്ന്. ഇല്ലാത്ത അധികാരത്തിന് മുകളിൽ അടയിരിക്കുന്ന രാജാവല്ലാത്ത ആൾ രാജാവെന്ന് പ്രഖ്യാപിച്ച് നടക്കുമ്പോൾ അയാളെ പറ്റി വേറൊന്ന് പറയാനാണ്. രാജ്ഭവനിൽ ഇരിക്കുന്ന ആൾ രാജാവാണെന്ന് അയാൾ പറയുന്നു. പക്ഷെ രാജാവല്ല എന്ന സത്യം നമുക്കറിയാം. അദ്ദേഹത്തിന് ആര് പറഞ്ഞ് ബോധ്യപ്പെടുന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഹിന്ദിയിൽ പറയണമെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഹിന്ദിയിലും പറയാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹം വന്നാൽ ഞങ്ങൾ അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് തർജ്ജമ ചെയ്ത് കൊടുക്കുക. ഏത് ഭാഷയിലാണ് അദ്ദേഹത്തിന് വേണ്ടത് തർജ്ജമ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഒന്ന് പഠിക്കണം. രാജ്ഭവനിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. കേരളത്തിലെ ഗവർണർക്ക് രാജ്ഭവനിൽ വേറെ പണിയൊന്നുമില്ലല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ പൈസയിൽ വെറുതെ ഉണ്ടുറങ്ങി സുഖിച്ച് കഴിയല്ലേ രാജ്ഭവനകത്ത്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് അദ്ദേഹത്തിന് വായിക്കാൻ വയ്യെങ്കിൽ കുറേ RSകാരെ അവിടെ ജോലിക്ക് വെച്ചിട്ടുണ്ടല്ലോ. സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിയായും അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടൊക്കെ അവരോടൊക്കെ ഒന്ന് വായിച്ചാൽ വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, RSSൽ അങ്ങനെ വിദ്യാഭ്യാസമുള്ള ആരും ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഒരു വായിച്ചു കൊടുക്കട്ടെ. ഒരുപാട് സമരങ്ങൾ കണ്ടതാണ് കേരള സർവകലാശാല ആസ്ഥാനം. അതിനപ്പുറത്തേക്ക് ഒരു അക്കാദമിക രംഗത്ത് കൂടി വലിയ പേരുള്ള സ്ഥാപനമാണിത്. അത് നശിച്ചു പോകും, അല്ലെങ്കിൽ ആ സംഘർഷം ഉണ്ടാകുമ്പോൾ തുടർച്ചയുണ്ടാകും, അങ്ങനെ ഒരു ആശങ്കയ്ക്ക് അടിസ്ഥാനം. ആരാ നശിപ്പിക്കുന്നത്? നശിപ്പിക്കുകയല്ലേ. 2000-ഓളം വിദ്യാർത്ഥികൾ ഇന്ത്യക്കകത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ കേരളത്തിലേക്ക് പഠിക്കാൻ വരികയാണ്. ആ കേരള സർവകലാശാലയാണിത്. ആ സർവകലാശാലയുടെ പിന്നെ ഒരു യശസ്സിനെ ബാധിക്കുന്ന നിലയിൽ അവർ മാറ്റുകയാണ്. നമുക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരെ ശക്തമായ സമരം നടത്തും. അതുതന്നെയാണ് ശക്തമായ സമരം തുടരുമെന്ന് തന്നെയാണ് SFIയുടെ സംസ്ഥാന ശരി. അധ്യക്ഷൻ ശിവപ്രസാദ് വ്യക്തമാക്കുന്നത്. ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല. നാളെ ഇവിടെ എത്തുന്ന മോഹൻ കുന്നമ്മൽ SFIയുടെ സമരച്ചൂട് അറിയുമെന്നൊരു പ്രഖ്യാപനം കൂടി SFI നേതൃത്വം നടത്തുന്നുണ്ട്. അശ്വതി. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.